ഇത് കണ്ട ബൊഹേനിയ എന്ന് പറയണത്. ഇത് 3 കളറാണ്. വിരിയുമ്പോൾ 3 കളറാവും. ആദ്യം ഒരു കളറ്, പിന്നെ രണ്ടാമത് വേറൊരു യെല്ലോ, റെഡ്. ഇതൊക്കെ 6 മാസം വരെ ഈ പൂക്കൾ അങ്ങനെ നിൽക്കും. എനിക്ക് രാവിലെ എണീറ്റ് എനിക്ക് ഈ പൂക്കളെ കണ്ടാണ് എനിക്ക് എൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് ഞാനിത് കുറ്റിയായിട്ട് നമുക്ക് നിർത്താം, പിന്നെ വള്ളിച്ചെടിയായിട്ട് നിർത്താം. അത് അവിടെ ആ വള്ളിച്ചെടിയായിട്ട് നിൽക്കുന്നത് അതിനിപ്പോൾ പൂത്ത് തുടങ്ങി. എല്ലാ ചെടികളും പൂക്കാൻ സമയമായി വരണതേ ഉള്ളൂ. ഇപ്പോൾ പൂക്കൾ തുടങ്ങി, എല്ലാത്തിനും പൂവിട്ട് മൊട്ടിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഈ ചെടിയുടെ പേര് മണി ചെയിൻ എന്നാണ്. എനിക്കിതിനിപ്പോൾ അതാ പൂവിട്ട് തുടങ്ങി. ഇനി അടുത്ത് ഈ സ്റ്റമ്പിൽ നിന്ന് മൊട്ടിടും. ഇവിടെ നിന്ന് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരിടത്തു നിന്ന് വാങ്ങിച്ചത്. ഇതാ വീണ്ടും തുടങ്ങി മുട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇതിൽ നിന്നെല്ലാം മൊട്ട് വന്ന് ബൊഹേനിയ. ഇത് മണി ചെയിൻ എന്ന് പറയുന്നത്. ഇതൊരു പുതിയ, ഇത് ഇത്രയും നീളം വരും എല്ലാം. ഇതെനിക്ക് കുറേ നാൾ ഇതിങ്ങനെ നിൽക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാ ചെടിയും എനിക്ക് പൂക്കളുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇലച്ചെടി ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒരു 3-4 ഏക്കറിൽ ഇലച്ചെടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതെനിക്കൊരു ഹോബി. ഇതിപ്പോൾ അതൊരു ബിസിനസ്സും കൂടെ ആയി. ഇത് റെഡ് വൈൻ എന്നാണ് ഈ ചെടിയുടെ പേര്. ഇത് ഇഷ്ടംപോലെ പൂക്കും. വർഷത്തിൽ 3 പ്രാവശ്യം പൂക്കും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ കഴിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ചെടി കാണാനാണ് എനിക്കിഷ്ടം. ഈ ചെടി ഇതിൻ്റെ ബ്ലൂ കാച്ച് തുടങ്ങി, പൂത്ത് തുടങ്ങിയില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ വെച്ചിട്ട് ഇത് 2 വർഷമായി. ഇപ്പം വർഷത്തിൽ 3 പ്രാവശ്യം ഈ ചെടി പൂക്കും. ഇതിൻ്റെ സ്റ്റെമ്മ മുറ്റുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ പൂക്കൾ കൂടുതൽ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഭംഗിയുണ്ട്. ഇത് എനിക്കാണെങ്കിൽ ഇത് 1.5 മീറ്ററോളം നീളം വരും ഈ പൂവിന്. ഈ ചെടിയുടെ 6-7 ചെടി ഞാൻ വാങ്ങിച്ചു വെച്ചു. ഇപ്പോൾ മൊട്ടുകൾ വന്ന് വീണ്ടും ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ പൂത്ത് തുടങ്ങും വീണ്ടും. ഇതിൽ എല്ലാം പൂത്ത് കഴിഞ്ഞില്ല. ഇനി ഇഷ്ടംപോലെ പൂക്കാനുള്ള മൊട്ടുകൾ നിൽക്കുന്നുണ്ട്. ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു 25-30 ഒരു മാസം അടുപ്പിച്ച് ഈ പൂക്കൾ നിൽക്കും. മൊട്ട് വന്നാൽ ഒരു 20 ദിവസം കൊണ്ട് പൂത്ത് ഒരു മാസം വരെ ഇതിൻ്റെ പൂവ് നിൽക്കും. ഇത് ബ്രൈഡൽ ബൊക്കെ. ഇത് നല്ല മണമാണ്. എപ്പോഴും പൂവാണ് ഈ ചെടിക്ക്. ഇതെല്ലാവർക്കും അറിയാം ഈ ചെടി. എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കൊണ്ടുവന്ന് പൂവ് വന്നിട്ട് ഇതുവരെ ആ പൂവ് പൊഴിഞ്ഞിട്ടേ ഇല്ല. എൻ്റെ പേര് നസി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചൽ എന്ന സ്ഥലത്താണ്. എനിക്ക് കൊച്ചിലെ എനിക്ക് ചെടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ സമയമില്ലാത്ത സമയത്ത് ഈ ചെടിയൊക്കെ വെച്ച് സമയം പാഴിക്കളയണമെന്ന്. ഇതാണ് എൻ്റെ ഇഷ്ടം. എൻ്റെ ഹോബിയും എൻ്റെ ജീവിതം എല്ലാം ഇപ്പോൾ എനിക്ക് ചെടിയിലായി. ഇപ്പോൾ എൻ്റെ മക്കളെ കാണുമ്പോൾ തന്നെ എൻ്റെ ഈ ചെടിയെല്ലാം ഞാൻ കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്കിപ്പോൾ കൂടുതലുള്ളവർ. ഞാൻ 2-3 ഏക്കറിൽ ഞാൻ ദാരാസിംഗ്, ഇത് സ്കൈലൈൻ, ഇത് 2 ഐറ്റം ചെടിയാണ്. ഇത് സ്കൈലൈൻ എന്ന് പറയും. ഇതാണ് എൻ്റെ കയ്യിൽ കൂടുതലുള്ളത്. 10,000 ചെടിയിൽ കൂടുതൽ എൻ്റെ കയ്യിൽ ഈ ചെടിയുണ്ട്. 2 ഏക്കർ ഫുള്ള് ഞാൻ ഈ ചെടിയാണ് നട്ടിട്ടിരിക്കുന്നത്. ഇത് ഇൻഡോറാണ്. ഇത് ഔട്ട്ഡോറായിട്ടും വയ്ക്കാം. നമ്മൾ വെയിലത്ത് വച്ച് നമ്മളങ്ങനെ കുറേശ്ശെ വെയിൽ കാണിച്ച് അങ്ങനെ നമുക്കിത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ കളറിന് വ്യത്യാസം വരും. ഫുള്ള് നമ്മൾ വെയിലത്ത് വയ്ക്കാൻ പാടില്ല. ആദ്യം നമ്മൾ ഷെയ്ഡിൽ വെച്ച് ഇത് ഇൻഡോർ വലിയ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനത്തെ എയർപോർട്ടിലൊക്കെ ഇതാണ് ഇപ്പോൾ വയ്ക്കുന്നത്. പിന്നെ ഉള്ളത് പീസ് ലില്ലി എന്ന് പറയുന്ന ചെടി എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കുറേ നട്ടിട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കൂടുതലുള്ളത് ചെടി. ഇതെല്ലാം എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഇതിൻ്റെ കളക്ഷൻ ഉണ്ട് എനിക്ക്. ഇതിപ്പോൾ ഞാനിത് ഓരോന്ന് കളക്ഷന് വേണ്ടി ഞാൻ ഇവിടെ വച്ചിരിക്കുകയാണ്. എല്ലാം ഇതേപോലെ വച്ച് ഞാൻ പരിപാലിച്ച് വന്ന് തുടങ്ങി. ഇതിപ്പോൾ എനിക്ക് ഇതുപോലത്തെ എല്ലാ ചെടിയും എൻ്റെ വീട്ടിലില്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. ഇത് പാരഡൈസ് എന്ന് പറഞ്ഞ ചെടി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഈ ചെടി ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ 2 ചെടി ഞാൻ ലഗേജിലിട്ടാണ് ഞാൻ ഈ ചെടി കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഇതും ഇപ്പം ഇവിടെയൊക്കെ ഇറങ്ങി തുടങ്ങി. ഇപ്പം ചൈനയിൽ നിന്നൊക്കെ ഈ ചെടി വരണുണ്ട്. ഈ ചെടിയാണെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊരു വയലറ്റ് കളർ പൂ, എപ്പോഴും പൂവാണ്. ഇതിപ്പോഴും ചെടി ചട്ടി മാറ്റി വെച്ച് ഇതിപ്പോൾ പൂവ് ഇനി വന്ന് തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇത് ആന്തൂരയിൽപ്പെട്ട ചെടിയാണ്. ഇത് നല്ല ഇല കണ്ട, നല്ല കട്ടിയുള്ള ഇല. അതിൽ പൂവുണ്ട്. ഇങ്ങനത്തെ പൂവാണ് പൂക്കണത്. ഇതിങ്ങനെ ഇല ഇങ്ങനെ എത്ര വർഷങ്ങളോളം ഇങ്ങനെ തന്നെ നിൽക്കും. ഇതിൻ്റെ വേറെ ഐറ്റമാണ് ഈ നിൽക്കുന്ന ചെടി. ഇതിന് നല്ല വിലയുള്ള ചെടികളാണ്. പിന്നെ അതുപോലെ ഈ ചെടി ഇതും അങ്ങനെ തന്നെ. ഇതിൻ്റെ വലിയ ചെടികളുണ്ട്. ഇത് ലിഫ്റ്റിക് എന്ന് പറഞ്ഞ ചെടിയാണ്. ലിഫ്റ്റിക്കിൻ്റെ എൻ്റെ കയ്യിൽ 2 ഐറ്റം ചെടിയുണ്ട്. എനിക്ക് ലിഫ്റ്റിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ അതെനിക്കൊരു ബിസിനസ്സിനും കൂടെ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിപ്പം ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇതും അങ്ങനെയാണ്. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ചെടി. എല്ലാം ഇപ്പോൾ കൂടുതൽ എനിക്ക് ഇലച്ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പ്ലാറ്റിസീറിയം എന്ന് പറയുന്നതാണ്. എൻ്റെ കയ്യിൽ ഇത് കുറേ കളക്ഷനുണ്ട്. ഇത് ഞാൻ അകത്ത് ചകിരി വെച്ചിട്ട് ഇതിങ്ങനെ അതിനകത്താണ് ഇത് ഇരിക്കുന്നത്. ഇതിങ്ങനെ പ്ലേറ്റ് പോലെ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് വലിയ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഇതിൻ്റെ വില ഒരു നഴ്സറിയിൽ ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ള ചെടി അവർ പറഞ്ഞ 10 ലക്ഷം രൂപയാണ് ചോദിച്ചത്.
ഞാനാണെങ്കിൽ ഇതിവിടെ എൻ്റെ കുറച്ച് ഞാൻ കളക്ഷൻ വെച്ചതൊക്കെ തുച്ഛമായ ക്യാഷിനാണ്. ഇപ്പം ഞാൻ വീണ്ടും ഇത് വളർത്തി തുടങ്ങി. ഇതിൻ്റെ കുറേ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ചെറിയ ചെടിയുണ്ട്, വലിയ ചെടിയുണ്ട്. പിന്നെ ഇത് എരപിടിയൻ എന്ന് പറഞ്ഞ ചെടി, ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്, ബിസിനസ്സിനല്ല. അല്ല, ഇതൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ ആവശ്യത്തിന് എനിക്ക് കാണാനായിട്ട് വെച്ചിരിക്കുന്ന ചെടിയാണ്. ഈ ഒരു ചെടിയുണ്ടോ, ഇതിൽ ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ കുറേ എൻ്റെ ഇപ്പോൾ കുറച്ചുണ്ടായിരുന്നു, ഇതിപ്പോൾ കൂടി എനിക്ക് ചെടി ഇതിപ്പോൾ കൂടുതലാക്കിയത്. ഇതിലൊരു പൂ വരും, ഇങ്ങനെ കളറും കുറച്ച് വലുതാകുമ്പോൾ ഇങ്ങനെ കളർ വന്ന് അതിങ്ങനെ വലുതായി. എനിക്ക് ഈ ചെടിയും കണ്ട പ്ലാസ്റ്റിക്കെന്നേ പറയുള്ളൂ. ഇതൊക്കെ ഇനിയിപ്പോൾ കളർ വന്ന് ഇതെല്ലാം കളറായിട്ട് വരും. ഇങ്ങനെ വന്ന് ആദ്യം ഇതുപോലെയാണ് വരണം ആദ്യം, അത് കഴിഞ്ഞിട്ട് ആ ചെടി പിന്നെ ഇങ്ങനെ വന്ന് അതിൻ്റെ നടുക്ക് ഇങ്ങനെ പൂ വന്ന് ഇതുപോലെ വരും. ഈ ചെടി ഇത് നല്ല ഭംഗിയുള്ള, ഇത് ഒരു രണ്ട് ഷെയ്ഡിൽ കണ്ട പൈനാപ്പിളിൻ്റെ ഒരേ ഇതുപോലെ പൈനാപ്പിൾ ചെടി പോലെ ഇരിക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ കൊണ്ട് എൻ്റെ കുറേ ആൾക്കാർ വന്ന് ഇതും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ ചെടിയുണ്ട, ഇതൊക്കെ ഇത് മാർക്കറ്റിൽ നല്ല വിലയുള്ള ചെടിയാണ്. ഞാൻ പലയിടത്തും തിരക്കിയപ്പോൾ 4000 3000, ഞാനിത് 1000 1500 രൂപയ്ക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു വിലയെ പറ്റിയൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിലുള്ള കളക്ഷൻ ചെടിയുടെ തൈകളാണ്, ഇഷ്ടംപോലെ ഞാൻ തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെടിയൊക്കെ എൻ്റെ കയ്യിലുള്ള വലിയ മദർ പ്ലാന്റിൻ്റെ ചെടിയാണ്. ഞാനിത് വേറെ എൻ്റെ വലിയ ചെടി എൻ്റെ കയ്യിലുണ്ട്. ഈ ചെടി ഇലച്ചെടിയാണ്. ഇത് ആന്തുര്യത്തിൽപ്പെട്ട കട്ടിയുള്ള ഇലയാണ് ഇതിന്. ഇത് നമുക്ക് എൻ്റെ കയ്യിൽ ഇതിൻ്റെ കളക്ഷൻ കുറേ ഉണ്ട്. ഇത് ആദ്യം ഇങ്ങനെ പൂക്കും, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വരും. അത് വിത്താണ്. ഈ വിത്തെടുത്ത് ഇതിൻ്റെ വിത്ത് തൈകളെ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരും ആദ്യം പൂവ്, എന്നിട്ട് അതിൻ്റെ ഇതുപോലെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാണാൻ. ഇങ്ങനെ വന്ന് ഇതേപോലെ ഇതിൻ്റെ വിത്തെടുത്ത് ഞാൻ ഇഷ്ടം പോലെ മുളപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞാനാണ് രാവിലെ എണീറ്റ് ചെടികൾക്കെല്ലാം ഞാൻ രാവിലെ എണീറ്റ് വെള്ളം ഒഴിക്കും. രാവിലെ എണീറ്റ് എൻ്റെ ജോലി ഇതാണ്, വെള്ളം ഒഴിക്കൽ. ചെടിയുടെ കളയൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ പറിച്ച് കളയലൊക്കെ എൻ്റെ ജോലിയാണ്. ഈ ചെടികൾ എനിക്ക് രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും ഇത് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, ഞാൻ അതിൻ്റെയും സംസാരിക്കും. എനിക്കത് അങ്ങനെ എൻ്റെ ഇഷ്ടം. എനിക്ക് ഇതുമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് ഇതിൽ നിന്ന് എനിക്കിപ്പോൾ മാറിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇതും ആന്തൂറിയ പോലുള്ള ഒരു ചെടിയാണ്. ഇതെല്ലാം ഓരോരോ വെറൈറ്റി ചെടികളാണ്. ഈ ചെടി ഡൈഫം ബേക്കയിലുള്ളതാണ്. കണ്ടാൽ നമുക്ക് തോന്നും സാധാ ഒരു ചെടി പോലെയാണ്, പക്ഷേ ഇത് ഡയാന പേൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ മുത്ത് പോലെ, അതപ്പോൾ ഡയാന പേൾ. ഇത് കണ്ടാൽ വിചാരിക്കുന്നത് സാധാ ഒരു ചെടി റോഡിലൊക്കെ കിടക്കും പോലെയെന്ന് വിചാരിക്കും. ഇതല്ല. നമ്മൾ നോക്കും, ഞാനിത് നല്ല വില കൊടുത്ത് 10000 രൂപയാണ് ഒരു ചെടിക്ക് ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയത്. ഇപ്പം ഇതൊരു 200 രൂപയ്ക്ക് ഞാൻ കൊടുത്തു തുടങ്ങി. ആ ഒരു ചെടിയിൽ നിന്ന് ഞാനിപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് ചെടി ഞാൻ ഉൽപ്പാദിപ്പിച്ചു. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ വിലയ്ക്ക് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ല മൂവ്മെൻ്റുള്ള ചെടിയാണ്. ഇത് ഇൻഡോറായിട്ട് വയ്ക്കാം, അല്ലാതെ ഇൻഡോർ തന്നെ കൂടുതൽ. ഇത് ഇൻഡോറായിട്ടാണ് വയ്ക്കുന്ന ചെടി. ഇത് കലാത്തിയ ഡൂട്ടിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഇതിൻ്റെ കളക്ഷനുണ്ട്. ഇതെല്ലാം സാധാരണ എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാവർക്കും അറിയാം ഈ ചെടിയെ പറ്റി. ഇത് റെഡ് ഫാമാണ്. ഇതിൻ്റെ കളക്ഷൻ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. റെഡ് ഫാം ഇതെല്ലാം ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കൊടുക്കാൻ പാകമായിട്ടിരിക്കുകയാണ്. ഇതിന് 200 300 പല ഇതിൻ്റെ സൈസ് അനുസരിച്ചാണ് ഇതിൻ്റെ വില. ഇത് പീസ് ലില്ലിയാണ്. ഇതാണ് എനിക്ക് കൂടുതൽ സെയിൽ നടക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ സെയിലിനും എനിക്ക് ഇഷ്ടം പോലെ സെയിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ പൂവിന് നല്ലൊരു സുഗന്ധമുണ്ട്, നല്ലൊരു മണമുണ്ട് ഈ പൂവിന്. ഞാനൊരു വീട്ടമ്മയാണ്. ഞാനൊരു ഹോബിയായിട്ട് ചെയ്ത്, പിന്നെ അത് കുറച്ച് ചെയ്ത്, പിന്നെ അത് വലുതായി. ഇപ്പോൾ എനിക്കിതൊരു ബിസിനസ്സായി. അപ്പം നമ്മൾ വീട്ടമ്മമാർ വെറുതെ വീട്ടിലിരുന്ന് സമയം കളഞ്ഞ് ടിവിയും കണ്ട് വെറുതെ സീരിയലും കണ്ട് നമ്മൾ ഇരിക്കണേക്കാളും നമുക്ക് കുറച്ച് ചെടി വെച്ച് അതിൽ നിന്ന് വെട്ടി നമുക്ക് വരുമാനം ഉണ്ടാക്കാം. നമുക്ക് കുറേശ്ശെ അത് വലുതാക്കി ഇത് നമുക്കൊരു ചെടി ബിസിനസ്സായിട്ട് എടുക്കാം. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടമ്മമാരെല്ലാവരും ഇത് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. എല്ലാവർക്കും കാണണമെങ്കിലും ഈ ചെടി ഇവിടെ വന്ന് എൻ്റെ നഴ്സറിയിൽ വന്ന് കാണാം. പിന്നെ വാങ്ങിക്കണമെങ്കിലും വന്ന് വാങ്ങിക്കാം. ഇത് കാണാനുള്ളവർക്ക് വന്ന് കാണാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വന്ന് കാണാം. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഇവിടെ സന്ദർശിക്കുക എന്നുള്ളതാണ്. വാട്ടർ ഹെലിക്കോണിയാണ്. ഇത് നല്ല ഒരു യെല്ലോ പൂവാണ് പൂക്കണതിൽ. ഇത് ഞാൻ 2 3 ചെടി കൊണ്ട് വെച്ചാണ്. ഇപ്പോൾ ഇത് ഇഷ്ടംപോലെ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാം. എല്ലാ ചെടികളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. ഇത് നല്ല ചെടി, എനിക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. നമുക്കിതും ഇൻഡോറുമായിട്ട് വയ്ക്കാം, ഔട്ട്ഡോറായിട്ടും വയ്ക്കാം. ഇതാണ് ഈ ഹെലിക്കോണിയുടെ പൂവ്. ഇതാണ് പിന്നെ ദാരാസിംഗ് എന്ന് പറഞ്ഞ ചെടി. ഞാനിപ്പോൾ ഇതെനിക്ക് ഇഷ്ടം പോലെ ഞാൻ
ഇത്രയും എനിക്കിപ്പോൾ ഇവിടെ 1-2 ഏക്കറോളം ഞാൻ നട്ടിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വിലയുള്ള ചെടിയായിരുന്നു. ഇപ്പം ഞാനത് 200 രൂപയൊക്കെ വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതും ഹെലിക്കോണിയാണ്. ഇത് വേറൊരു കളറ് റെഡാണ്. എൻ്റെ അടുത്ത് ഒരു 5 വെറൈറ്റി ഹെലിക്കോണി ഉണ്ട്. ഇത് സ്കൈലൈൻ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് വേറെ യെല്ലോ കളർ കൂടി ഷെയ്ഡ് ഇത്തിരി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളർ, മറ്റേ അടഞ്ഞൊരു കളർ. ഇതിൻ്റെ വിലയും വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ കുറച്ച് ചെടി വെച്ചാണ്. ഇപ്പം കൂടുതലായി ഒന്ന് വെച്ച് ഞങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കി വെച്ച ചെടികളാണ് ഇതെല്ലാം. ഇത് നല്ല വിലയുള്ള ചെടിയാണ്. നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി നമുക്കിതിന്ന് പൈസ ഉണ്ടാക്കി നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മളെ പോക്കറ്റ് മണിക്കുള്ള പൈസ നമുക്ക് കിട്ടും. കുറച്ച് മീനും കൂടെ ഞാൻ വളർത്തുന്നുണ്ട് ഈ കുളത്തിൽ. ഈ സിലോപ്പി നട്ടർ എന്ന് പറഞ്ഞ മീനാണ് ഇട്ടിരിക്കുന്നത്. 5000 മീൻ വരെ ഈ കുളത്തിൽ നമുക്ക് വളർത്താൻ പറ്റും. ഈ ചെടിയുടെ കൂടെ തന്നെ ഞാൻ ഈ മീനും കൂടെ വളർത്തുകയാണ്. എനിക്ക് ഇതിൻ്റെ വെള്ളം ചെടിക്ക് വളമായിട്ടും ഒഴിക്കുന്നുണ്ട്. നമുക്ക് വിഷമില്ലാത്ത മീനില്ലാത്ത സമയത്ത് എനിക്ക് മീനും ഞങ്ങൾ പിടിച്ച് ഞങ്ങൾക്ക് അതും ഉപയോഗിക്കാം. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് ഒരു വരുമാനമായിട്ടും വിൽക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊരു 2500 മീനുണ്ട്. അടിയിലാണ് ഈ നട്ടർ നിൽക്കുന്നത്. ഈ സിലോപ്പിയ എന്ന് പറഞ്ഞ മീനാണ് ഈ മുകളിൽ കാണുന്ന മീൻ. ഇതിട്ടിട്ട് ഒരു 4 മാസം ആയതേ ഉള്ളൂ. 2 മാസം കൂടെ കഴിയുമ്പോൾ വിളവെടുക്കാം. ഈ വരണതെല്ലാം സിലോപ്പിയാണ്. ഇതിൻ്റെ അടിയിലാണ് നട്ടർ കിടക്കുന്നത്. നട്ടർ മുകളിൽ വരേയില്ല. എനിക്ക് ഈ മീനിൻ്റെ ഈ ചാട്ടം കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാ. നമ്മളിത് നമ്മളെ ശബ്ദം കേൾക്കുമ്പോഴേ എല്ലാ മീനുകളും ഓടി വരും. പലരും വിചാരിക്കും നമുക്കിതൊന്നും വയ്ക്കാൻ പറ്റുന്നതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നമ്മളെല്ലാം നമ്മൾ ഒരുപാട് കൂടുതൽ വയ്ക്കരുത്. നമ്മൾ ഒരെണ്ണം വച്ച് അതിൽ നിന്നും 2 ആക്കി, 2ൽ നിന്നും 10 ആക്കി, അങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും, വീട്ടമ്മമാരായ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലോട്ട് നമ്മളൊന്ന് വച്ച് ശേഷം നമുക്ക് ഇതൊരു ബിസിനസ്സാക്കി മാറ്റാം. നമ്മൾ വെറുതെ ഇരിക്കുന്നേക്കാളും നമുക്കതിനൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവരും ഈ ഒരു രീതിയിലോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്.